സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും അന്തസ്സ് ഇപ്പോൾ ഒന്ന് ഉയർന്നു നിൽക്കുകയാണ്. കാരണം അവർ ഈ നാറിയ ഇലക്ട്രൽ ബോണ്ട് എന്ന പരിപാടിക്ക് കൂട്ടു നിന്നിട്ടില്ല. മാത്രമല്ല, അവരുടെ ഇടപെടൽ കൊണ്ടാണ് അതിൽ ചില കാര്യങ്ങൾ തീരുമാനമായത്. ഒന്നാമത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൻ്റെ കണക്ക് ഹാജരാക്കാൻ തീരുമാനിച്ചു. അത് സുപ്രീം കോടതിയിലെ ഇടപെടൽ കൊണ്ടാണ്. ഇതിനൊക്കെ കാരണമായത് ഈ സി പി എം മാത്രമാണ്. എന്താണ് സത്യത്തിൽ 2017 മുതൽ ഇതുവരെ ഇവിടെ നടന്നിരുന്നത്? നമുക്ക് നോക്കാം. 2 സ്ഥാനാർത്ഥികളുടെ കണക്ക് നോക്കാം. ഒരു സ്ഥാനാർത്ഥി പണക്കാരനായ സ്ഥാനാർത്ഥിയാണ്. അയാൾ കണ്ടമാനം പണം ചെലവാക്കിക്കൊണ്ട് ഇലക്ഷൻ വിജയത്തിന് വേണ്ടി പ്രചരണം നടത്തുന്നു. എന്നാൽ മറ്റേയാൾ നിയമപ്രകാരം അനുശാസിക്കുന്ന ആ മിനിമം തുക മാത്രം ചിലവാക്കിയിട്ട് ഇലക്ഷന് മത്സരിക്കുന്നു. ഇതിലാരാണ് ജയിക്കാൻ സാധ്യത? ഏറ്റവും കൂടുതൽ പണം വാരി എറിയുന്ന ആൾ തന്നെയാണ് കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുക. ചിലപ്പോൾ ഇങ്ങനെയും വരാം. ഈ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റിയ ശേഷം ഏതെങ്കിലും ഒരു വോട്ടർ അല്ലെങ്കിൽ കുറച്ച് വോട്ടർമാർ മറ്റേ പാവപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തിക ശേഷി കുറഞ്ഞ അല്ലെങ്കിൽ പണം വാരി വിതറാത്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാം. പക്ഷെ അതെപ്പോഴും നടക്കില്ല. സാധാരണ ഇതിൽ നടക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. പിന്നെ മാത്രമല്ല, ഇവരൊക്കെ എന്തിനാണ് ഈ പണം മുടക്കുന്നത്? ഇതൊരു വഴിപാടാണോ? ഒരു പുണ്യത്തിന് വേണ്ടിയിട്ടാണോ? അല്ല. ഈ പണം മുടക്കുന്ന ഓരോ പാർട്ടിക്കും ഈ പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. മിക്കവാറും അത് രാഷ്ട്രത്തിനും സമൂഹത്തിനും ഒക്കെ ദോഷം ചെയ്യുന്നതായിരിക്കും. ഇലക്ട്രൽ ബോണ്ട് എന്ന ഈ പരിപാടി ഇവിടെ പണ്ട് മുതലേ ഉള്ളതല്ല. മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു? ഒരു 20,000 രൂപ മാത്രമേ ഒരു സ്ഥാനാർത്ഥിക്ക് സംഭാവനയായിട്ട് സ്വീകരിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അതിലപ്പുറമാണെങ്കിൽ അത് കണക്ക് ഹാജരാക്കണം. അത് ഇൻകം ടാക്സിൻ്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും അംഗീകാരം വാങ്ങണം. അപ്പോൾ അത് കാരണം അതിനൊരു പോംവഴി അവർ കണ്ടിരുന്നു. 19,999 രൂപ എന്ന രീതിയിലുള്ള റെസീറ്റുകൾ കൊടുക്കുക. ഇപ്പോൾ ഒരാൾ 1 ലക്ഷം കൊടുക്കുകയാണെങ്കിൽ തന്നെ 5 തവണ ഇത്തരം 19,999 രൂപയ്ക്കുള്ള റെസീറ്റ് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ കണക്കിനെ അല്ലെങ്കിൽ ഇത്തരം വിധികളെയൊക്കെ മറികടക്കാനും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തിരുന്നു. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ ആദ്യം പറഞ്ഞ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു കെണി കൂടിയുണ്ട്. ഒരാൾ താൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന പാർട്ടിക്ക് കണ്ടമാനം പണം വാരിക്കോരി കൊടുത്തു. നിർഭാഗ്യവശാൽ ആ പാർട്ടി തോറ്റു. മറ്റൊരു പാർട്ടിയാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ ആ പാർട്ടി ഭരണത്തിൽ വന്നാൽ അവർക്ക് ആരാണ് ഇത്രയും പണം കൊടുത്തത് എന്ന് കണ്ടെത്താൻ എളുപ്പം കഴിയും. ആ കണ്ടെത്തൽ എന്തിന് കലാശിക്കും? ഇയാൾക്കെതിരെയുള്ള നടപടികളുണ്ടാവാം. അന്നുകൊണ്ടല്ലോ ഈ ED എന്ന പരിപാടിയൊക്കെ. അപ്പോൾ ഇയാളെ ഏതെങ്കിലും രീതിയിൽ കൊടുക്കാൻ, അതായത് ഞങ്ങളുടെ എതിരായ പാർട്ടിക്ക് സംഭാവന ചെയ്ത, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ഒരുത്തിന് അങ്ങനെ സൂഹിക്കണ്ട എന്ന് കരുതിയിട്ടുള്ള ഒരു പ്രതികാര നടപടികൾ ആ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് പറ്റും. കാരണം അത്രയും സുതാര്യമായിരുന്നു എത്ര രൂപ ആർക്ക് കൊടുത്തു എന്നുള്ള ആ തെളിവുകൾ കാരണം. എന്നാൽ ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ ഈ പ്രശ്നം ഒഴിവായി കിട്ടി. ആർക്ക് എത്ര കൊടുത്തു എന്ന് അറിയാത്തതുകൊണ്ട് ഭരണത്തിൽ കയറിയ പാർട്ടിയുടെ വകയുള്ള ഇത്തരം പ്രതികാര നടപടികൾ ഉണ്ടാവില്ല. ഇനി എന്താണ് ഈ 2017 അരുൺ ജെയ്റ്റ്ലി നമ്മുടെ ധനകാര്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഒരു ബജറ്റ് നിർദ്ദേശത്തോടു കൂടി ഇത് വന്നത്. അന്ന് വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രൽ ബോണ്ടായിട്ട് മാത്രമേ പണം കൊടുക്കാൻ പാടൂ. അത് എത്രയാവാം, 1 കോടി വരെ ആവാം, അതിലപ്പുറമാവാം. എന്നാൽ ഈ പണം കൊടുക്കുന്നത് ഒരു അംഗീകൃത രീതിയിലായിരിക്കണം. അതായത് പണം നേരിട്ട് കാശായിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ബാങ്ക് DD അല്ലെങ്കിൽ ചെക്ക് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ കാർഡ് ട്രാൻസ്ഫർ ഈ രീതിയിലൊക്കെ ഈ പണം കൊടുക്കുക. എങ്കിലും ഈ കിട്ടിയ ഈ പണത്തിന് നമുക്ക് തരുന്നത് ഒരു കാർഡ് മാത്രമാണ്. ആ കാർഡിൽ എന്താണ് വിവരം? എത്ര രൂപയുടെ എമൗണ്ടാണ് ആ കാർഡ്, അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിന് എത്ര രൂപയാണ് ചിലവ്, അല്ലെങ്കിൽ പിന്നെ അതിന് പുറമെ അതിൽ ഡേറ്റ്, ആ ഇഷ്യൂ ചെയ്ത ഡേറ്റും, ഇത് മാത്രമല്ല ആളുടെ പേരൊന്നുമില്ല. അപ്പോൾ ഇത് ഈ സംഭാവന കൊടുക്കാൻ ഉദ്ദേശിച്ച ആൾ രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ കൊണ്ടേ കൊടുക്കുന്നു. അവരുടെ അംഗീകൃത അക്കൗണ്ടുള്ള ബാങ്കിൽ ഈ കാർഡ് കൊണ്ടുപോയി കൊടുത്താൽ അത് 15 ദിവസത്തിനകം വേണം. എന്നാൽ ഈ പണം അവരെ അക്കൗണ്ടിലേക്ക് വരും. ഈ 15 ദിവസം കഴിഞ്ഞാലോ ഈ സംഭാവന ചെയ്ത ആൾക്കും കിട്ടില്ല, പാർട്ടിക്കാർക്കും കിട്ടില്ല. അത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് പോവുക. അപ്പോൾ ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ബ്ലാക്ക് മണിയുടെ ഇടപാട് തെരഞ്ഞെടുപ്പിൽ ഇല്ലാതാവുന്നു. പിന്നെ മറ്റൊന്ന്, ആർക്ക് സംഭാവന കൊടുത്തു എന്ന വിവരം ആർക്കും അറിയില്ല, സർക്കാർ പോലും അറിയാൻ പറ്റില്ല. അത് അറിഞ്ഞാലല്ലേ ഈ പ്രതികാര നടപടികൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ 2 ഗുണങ്ങളുണ്ട്. എങ്കിലും ഇത്രയ്ക്ക് ഗുണങ്ങളുള്ള ഈ ഇടപാടിനെതിരെ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് CPM CPI ഒഴിവായത്? ഒന്നാമത്, ഇതാരാണ് കൊടുത്തത്, എത്ര കൊടുക്കുന്നു എന്നറിയാത്തത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന നല്ലൊരു വോട്ടിങ്ങിന്, വിശ്വാസ്യമായ ഒരു വോട്ടിങ്ങിന് ദോഷം ചെയ്യും. ഈ ജനാധിപത്യ ഇന്ത്യയിലെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ട സംഗതിയാണ്. അതിൻ്റെ സുതാര്യത ഇല്ലാതാവുന്നു. കാരണം പണമുള്ളവൻ അധികം വോട്ട് നേടുന്നു. അതുതന്നെയാണ് ഒരു വിഷയം. പിന്നെ ഇതിലുള്ള മറ്റൊരു പ്രശ്നം, വിദേശത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്ന് പണം ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് നേരിട്ടല്ല, ഇവിടുത്തെ സബ്സിഡിയറി കമ്പനികൾ മുഖേനയാണ് വാങ്ങുക. എങ്കിലും ഒരു വിദേശ രാജ്യത്തുള്ള ഒരു സ്ഥാപനത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഭരണം നിയന്ത്രിക്കാനൊരു അവസരം കിട്ടുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ഇലക്ട്രൽ ബോണ്ടിനുള്ള അനുവാദമില്ല. അതിന് ഒന്നുകിൽ ആ പാർട്ടികൾ രജിസ്റ്റേർഡ് പാർട്ടികളായിരിക്കണം, അതല്ലെങ്കിൽ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ
ആകെ പോൾ ചെയ്തതിൻ്റെ 1% വോട്ടെങ്കിലും അവർക്ക് കിട്ടിയിരിക്കണം. അങ്ങനെയവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വരവോടെ അതിനു മുമ്പ് തന്നെ നിന്നും പല നിയമങ്ങളിലും നമ്മുടെ കേന്ദ്ര സർക്കാർ വെള്ളം ചേർത്തിട്ടുണ്ട്. 2013 നിയമപ്രകാരം ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക്, ഇന്ത്യയിലത്തെ ഒരു കമ്പനിക്ക് തന്നെ അതിൻ്റെ 3 വർഷത്തെ ലാഭത്തിൻ്റെ 7% മാത്രമേ സംഭാവനയായി ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ മാറിയിട്ടുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും ഒരു കമ്പനിക്ക് അവരുടെ ലാഭത്തിൻ്റെ മുഴുവൻ ഭാഗവും അല്ലെങ്കിൽ ഒരു 3/4 ഭാഗം കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ അത് തെറ്റല്ല. പക്ഷെ നമ്മൾ വിചാരിക്കുക, എന്തിനപ്പോൾ 3/4 ഭാഗവും കൊടുക്കുന്നത്? ഈ 3/4 ഭാഗം കൊടുക്കുന്നതിന് കാരണം കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പേപ്പർ കമ്പനി മാത്രമാണത്. അങ്ങനെ കമ്പനി ഇല്ല. അപ്പോൾ ആ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന എല്ലാ പൈസയും ഇതിലേക്ക് കൊടുത്താൽ അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് ഇതിൻ്റെ വലിയൊരു ന്യൂനതയാണ്. എന്തായാലും കോടതി ഇടപെടൽ മൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ കണക്ക് മുഴുവൻ കൊടുക്കേണ്ടി വന്നു നമ്മുടെ SBIക്ക്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് വിട്ടിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാവുന്നത് ഭീമമായ സംഖ്യ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ BJP ആണ്. അതിൻ്റെ 1/7 മാത്രമാണ് കോൺഗ്രസ്സിന് കിട്ടിയത്. പിന്നെ ബാക്കിയുള്ള എല്ലാ പാർട്ടികളും ചേർന്ന് ഇതിൻ്റെ 30% വാങ്ങിയിട്ടുള്ളൂ. ഒരു ഭീമമായ സംഖ്യ കൈവശം വെച്ചത് നമ്മുടെ BJP ആണ്. ഈ പണം തന്നെ അല്ലേ നമ്മുടെ MLA മാർ, ജയിച്ച MLA മാർ ചാക്കിട്ടിട്ട് സ്വന്തം പാർട്ടിയിലേക്ക് വരുത്താനുള്ള ശ്രമത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് നീതിപൂർവമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുക? ഇത് ചോദ്യം ചെയ്യാൻ വന്ന CPM-നും CPIക്കും അഭിനന്ദനം ആണ് കൊടുക്കേണ്ടത്. മാത്രമല്ല, അവർ ഇതിൽ പങ്കുപറ്റിയിട്ടില്ല എന്നുള്ളത് അവരെ ഏറ്റവും ശ്രദ്ധേയരാക്കുന്നുമുണ്ട്.